സെന്റ്. ഓടാ ഞാൻ ഡിയോഡ്രന്റ് അടിച്ചതാണോ പോരാത്തിരിക്കും അവരെ കുടിക്കുകയും ചെയ്തു. ചങ്ങാതി നന്നായ കണ്ണാടിയല്ല കണ്ണേ വേണ്ട. That's why I'm being honest. മതി മതി ഉമ്മാരോട് കിടന്ന് അടിച്ചേക്കുന്നത് നീ മണത്തല്ല ഉള്ളത്, ഞാൻ മണത്തല്ലേ. ഇതിന്റെ ഇടയിലും പോലീസ് നിന്റെ കയ്യിൽ പിടിച്ചോളാം. ഞാനുണ്ട് മണം പിടിക്കും. ഇത്രയൊക്കെ സങ്കടപ്പെടാൻ, ഇത് നമ്മുടെ ഫൈനൽ റൗണ്ട് ഒന്നുമല്ലല്ലോ, ഫസ്റ്റ് റൗണ്ട് അല്ലേ. അസീമേ, നിന്നെ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കാറ്? നീ ഇക്ക പറയുന്നൊന്ന് കേക്ക്. ഇത് നല്ല കച്ചവടമാണ്. ഈ കച്ചവടം നമുക്ക് വേണ്ടിക്ക. ഫാർമസിന്റെ ലൈസൻസിൽ മയക്ക് വരുന്നുണ്ടാക്കല പടച്ചൂടെ എടുക്കുന്ന കച്ചവടമാണ് ഇക്കാത്. ഓ പിന്നെ നീ കാണിക്കുന്നതെല്ലാം പടച്ചവൻ നടക്കുന്നതാണല്ലോ. നീ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയാം. ഇക്ക എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് സമ്മതിക്കൂല. അത് എന്റെ കൂടി പേരിലുള്ള ലൈസൻസ് ആണ്. ഇക്ക ഈ കണ്ട തെമ്മാടിത്തരൊക്കെ കാണിച്ചു തന്നിട്ട് കൊല്ല ഹജ്ജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇക്ക മനസ്സിലായിപ്പോ. വസീമേ വസീമേ ഇക്കാട്ടെ എന്താ പ്രശ്നം? എടാ ആയിക്കാക്ക് എന്തൊക്കെയോ ഫണ്ടിന്റെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് വലിയ ഇഷ്യൂ ആണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി ഏതോ കാർട്ടിൽ പോയി പെട്ടു. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഷിപ്മെന്റ് ചെയ്യാന് നമ്മുടെ ഫാർമസിയുടെ ലൈസൻസ് ഉപയോഗിക്കുന്നത്. അത് എന്റെ കൂടി പേരുള്ള കമ്പനിയല്ലേ, അത് പറ്റില്ല ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എടാ അവൻ ചെറുപ്പം മുതൽ ഇങ്ങനത്തെ പരിപാടിയാ. അവൻ ഒരിക്കലും നന്നാവില്ല. അതെ, ഇതൊന്നും തലയിലെടുക്കല്ലേ പ്ലീസ്. പെർഫ്യൂം സെർച്ച് ഓഫ് ഹെർബപ്പുര. അവരുടെ ഫുഡ് സ്റ്റെപ്സ്. ഒരു ടെൻഷനും ഇല്ലാതെയാണ് ഞങ്ങളെ അപ്രോച്ച് ചെയ്തത്. ഹി വാസ് വെരി കാം. മർഡർ ചെയ്യുന്നത് അവർക്കൊരു ചെറിയ കാര്യമാണ്. ആൻഡ് ഫൈനലി അയാൾ വന്നതൊരു ഡിഫൻഡറിലാണ് സർ. അത് ഡിഫൻഡർ തന്നെയായിരുന്നു നിനക്ക് എങ്ങനെ മനസ്സിലായി? ഫ്രം മൈ ടച്ച്. എന്റെ ഇച്ഛാനും ഒരു ഡിഫൻഡർ ഉണ്ട്. സാറേ, ഈ അന്ധനെ വെച്ചിട്ടുള്ള അന്താക്ഷരി ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലടോ, ഹീസ് ബ്രില്യന്റ്. താൻ ആ ഫാക്ടറി കണ്ടോ? അതിവിടുത്തെ പൗരപ്രമുഖൻ പഴയ MP വിൻസെന്റ് ജെറോമിന്റെയാണ്. ഇതിന്റെ അകത്തിട്ടൊരു 100 പേരെ കത്തിച്ചാലും ജെറോം വിചാരിക്കാതെ നമ്മളറിയില്ല. ഈ വിക്ടറിന്റെ സാക്ഷിമൊഴി മാത്രമാണ് വസീമിന്റെ കൊലപാതകയിലേക്കുള്ള ഏക ലീഡ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം അവൻ ഒരുപാട് മാറിപ്പോയിരുന്നു സർ. മോശം കൂട്ടുകെട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഓൺലൈൻ ഗെയിം, ബെറ്റിംഗ്, കാശ്, അങ്ങനെ ഒരുപാട് കളഞ്ഞു. വസീമിന്റെ അവസാനത്തെ കോൾ താരിഖിനായിരുന്നു. എന്തായിരുന്നു എന്ന് പറഞ്ഞത്? അതും ഇതുപോലെ കാശ് വെച്ചുള്ള വിളിയായിരുന്നു. വസീമിന്റെയും താരിഖിന്റെയും പേരിലല്ലേ എല്ലാ ബിസിനസ്സും? നിങ്ങൾ ചോദിച്ചതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മരണം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഒന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഞങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് താരിഖിനോട് ആര് പറഞ്ഞു? روح نبينا محمد مصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
എന്നെ പെട്ടെന്ന് കാണണം. Okay, where are you now? ഞാനിപ്പോ വസീമിന്റെ ചടങ്ങിന് വന്നതാ. ഇവിടെ നീ പെട്ടെന്ന് തന്നെ കാണാൻ വാ. നിന്റെ കൂട്ടുകാരൻ വസീം എന്റെ ബിസിനസ്സിൽ ഒരു കരടായി വന്നപ്പോഴാ അവന്റെ ഇക്ക എന്റെ പാർട്ണർ താരിക്ക് തന്നെ പറഞ്ഞത് അവനെ തീർക്കാൻ. അവനോട് ലാഭമുള്ള ഏർപ്പാടാണ് എന്നിട്ട് ഈ മുടക്ക് പറയുന്നത്. ഞാനിനി എത്ര പറഞ്ഞാലും അവൻ മാറാനും പോകുന്നില്ല. റസലെ, തീർത്തേക്കവനെ. 7 ലക്ഷം നിക്കർ കുടുംബക്കാർ ചൊല്ലും. അവസാനം അവൻ പറഞ്ഞത് താരിക്കിനെ രക്ഷിക്കണമെന്ന്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ ഇക്കാനെ. നമ്മുടെയൊക്കെ നെഞ്ചെടുപ്പ് കൂടെ അറിയാവുന്നതാണ് മുന്നുണ്ടാക്കിയ മോതല്. അങ്ങേരോടിപ്പോ ഞാൻ എന്ത് പറയും? കുരുടനായതുകൊണ്ടാണ് നിന്നെ വെറുതെ വിട്ടത്. നീ എങ്ങനെ എന്നെ ഐഡന്റിഫൈ ചെയ്ത്? എന്റെ പെർഫ്യൂം എനിക്ക് മരണത്തിന്റെ ഗന്ധമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഡ്രഗ് ബിസിനസ് ആണെന്ന് എനിക്കറിയാം. നശിപ്പിക്കും ഞാൻ നിന്നെ. പിന്നെ നിന്റെ മണം ശവത്തിന്റെ, ചത്ത് ചീഞ്ഞു പുഴുവരിച്ച ശവത്തിന്റെ അറപ്പുള്ള നാറ്റാണ് നിനക്ക്. Come here. Shoot. സാർ, തൃശ്ശൂർ വെച്ചാണ് അവർ അറ്റാക്ക് ചെയ്തത്. സാധനം വീണ്ടെടുത്താലും പോയ സമാധാനം തിരിച്ചു കിട്ടൂലല്ലോ. ടോണിച്ച, ഇനി അവരുമായിട്ടുള്ള ഇടപാട് നമുക്ക് നന്നാവൂല. ഒരിക്കലും ഞങ്ങളെ തിരക്കില്ല സാറേ. ടോണിച്ചാന്റെ ഗോൾഡ് നോക്കാനാണെങ്കിൽ ഞങ്ങൾക്കത് എന്നെ ആവായിരുന്നു. ടോണിച്ച പ്ലീസ്. You kneel down and come forward. മുട്ടിലഴിഞ്ഞു വരാൻ. I have something special for you. Do your job well. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊതുക്കാൻ എലിയും പൂച്ചയൊന്നും അല്ല. ഒരു കണ്ണ് പൊട്ടനാ കണ്ടുപിടിച്ചത്. Are you not ashamed? How do you feel now? Better. കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുമ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാണ്. ശവത്തിന്റെ എണ്ണം പുറത്തു വരാതിരിക്കാൻ നാട്ടിൽ യുദ്ധവും അടിയന്തരാവസ്ഥയൊന്നുമില്ല. ബോഡിയുടെ ഒരു ചെറിയ ട്രേസ് പോലും ഉണ്ടാവരുത്. ഇല്ലെങ്കിൽ കാക്കിപ്പട്ടികളെ മണം പിടിച്ചിവിടെ എത്തും. അവൻ ആസിഡ് ഒരുക്കിയിട്ടുണ്ട്. ജന്മം കൊടുത്തൊരു പോലും അവനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. Don't follow your brother's footsteps. സൈറസ് ഈസ് ചെയ്യും. കൈകൊണ്ടല്ല കാര്യങ്ങൾ നേടേണ്ടത്. Apply your brain. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും you can approach me. I am with you always.
ബോഡിയാണ്. ഏകദേശം 20-25 വയസ്സ് വരെ പ്രായം തോന്നി. വസ്ത്രങ്ങളും ബെൽറ്റും ഓർണമെന്റ്സും എല്ലാം ഉരുക്കി പിടിച്ച നിലയിലാണ്. എന്താസിഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ചില സ്പെഷ്യാലിറ്റീസ് ഉള്ള കെമിക്കലാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വാട്ടർ ലയിപ്പിച്ചും നമുക്ക് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉണ്ടാക്കാം. ഇത് മറ്റുള്ള ആസിഡ്സ് പോലെ ഗ്ലാസ് കണ്ടെയ്നറിലൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള പോളിയെത്തലീൻ പോലുള്ള കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കാറ്. ഇറ്റ്സ് റിയലി ടോക്സിക് ആൻഡ് കൊറോസീവ് ആൻഡ് ക്യാൻ കോസ് സിവിയർ ബേൺസ്. അന്ന് രാവിലെ 10 മണി കഴിഞ്ഞാണ് അവസാനമായി വിളിച്ചത്. എന്നെ കാണുമെന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. ആള് വീട്ടിലെത്തിയിട്ടുമില്ല. വിക്ടർ എന്നല്ലേ പേര് പറഞ്ഞേ? ആള് നിങ്ങളുടെ ആരാ? എന്റെ ബോയ് ഫ്രണ്ടാണ്. ആൻഡ് ഈസ് ബ്ലൈൻഡ്. ബ്ലൈൻഡ്? നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? 3 years. വിക്ടർ ഒരു പെർഫ്യൂമറാണ്. ആൻഡ് ഹീസ് വെരി സ്മാർട്ട്. അവൻ വീട്ടിൽ പറയാതെ ട്രാവൽ ചെയ്യാറുണ്ട്. എന്നാലും എന്നോടെല്ലാം പറയും. പക്ഷെ ഇപ്പോ എനിക്കെന്തോ എന്തായാലും ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൊടുത്തേക്ക്. വെയിറ്റ് സാർ, ഈ അന്ധനായ വിക്ടർ എന്ന് പറയുമ്പോ? യെസ്, നമ്മുടെ വിക്ടർ. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. പിന്നെ ആ വിക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ആ ബോഡി ഇപ്പൊ ഈ കുട്ടിയെ കാണിക്കണോ സാർ? ആസിഡിലൊരുകിയ ഉടല് മാത്രമുള്ള ടോർസോ ആണ് അവളെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ആ ബോഡി ഐഡന്റിഫൈ ചെയ്യും. മരിച്ചത് വിക്ടർ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ ഉറപ്പുവരുത്തണ്ടേ? ഷാവുൽ സാറേ, ആ ബോഡി ഐഡന്റിഫൈ ചെയ്തു. ആ പയ്യന്റെ തന്നെയാ, വിക്ടർ. അഡാട്ട് ജോർജിന്റെ ഇളയ സഹോദരനാണ് വിക്ടർ. വസീം മർഡർ കേസിൽ ഒരു സാക്ഷിയായിട്ടാണ് വിക്ടർ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മുടെ ഡാറ്റാബേസിൽ വിക്ടറിന്റെ DNA ജോർജിന്റേതുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. എന്തിനും മടിക്കാത്ത ജോർജിനെ തീർച്ചയായിട്ടും ഭയക്കണം. എന്നാൽ അവിടെ ഒരു നായുണ്ട്, an obedient pitbull. ദത്ത് സഹോദരൻ മാർക്കോ, എ ബോൺ ക്രിമിനൽ. ജോർജിന് കച്ചവടമാണ് വലുതെങ്കിൽ മാർക്കോയ്ക്ക് കുടുംബമാണ് വലുത്. ചെറുപ്പത്തിലെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി നടത്തിയ അക്രമങ്ങളും കേസുകളും ഒക്കെ ഒരുപാടുണ്ട് മാർക്കോയുടെ പേരിൽ. ഇപ്പോ ആളെ നല്ല മനപ്പിന് എൻഗേജ്മെന്റ് കഴിപ്പിച്ച് ഇറ്റലിക്ക് നാട് കടത്തിയിരിക്കുകയാണ് ജോർജ്. അല്ലേലും സ്വർണ്ണക്കച്ചവടം ഒരു നെറിയില്ലാത്തതാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ്. കൊന്നും കൊലപ്പെടുത്തിയും കുറെ കാശുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതേപോലെ ആണുങ്ങളെ പരുന്തുംകാലിൽ പോണത് അവസാനം കാണേണ്ടി വരും. അച്ചായം പറഞ്ഞാലും കാര്യണ്ട്. ഞാനേ ഈ ചത്തുപോയ കണ്ണു കാണാത്ത ആ ചെറുക്കനില്ലേ, അവന്റെ തല തൊട്ടപ്പന സങ്കടം എനിക്കുണ്ട്. എവിടെ ഇവിടുത്തെ കാരണവര് ജോർജ്? കോട്ടയത്തും തൃശ്ശൂരിന്നൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ബാക്കി ചടങ്ങ്? എന്ത് ചടങ്ങ്? ഒരു മുഴത്തൂക്ക മാംസം ദർശനത്തിന് വെക്കണോ? ജനിച്ചപ്പോഴേ ദൈവം അവന് കണ്ണു കൊടുത്തില്ല. ഇപ്പൊ എടുക്കാൻ നേരം കയ്യുമില്ല, കാലുമില്ല, തലയുമില്ല. അതങ്ങനെ ഒരു ജന്മം. അച്ഛനോട് പറഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ ഏർപ്പാടാക്ക. അല്ല,
മാർക്കോ വേണ്ട, അവനടക്കം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഒന്നുമില്ല. മാർക്കോ അറിഞ്ഞെന്ന് തോന്നുന്നേ. നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? You shut up. He's a hero. He has huge swag. പക്ഷേ മമ്മ പറയാ അങ്കിൾ ഒരു ഡോഗാണ്, നമ്മുടെ വീട്ടിലെ കാവൽനായ. അത് നിന്റെ മമ്മിക്ക് മാർക്കോച്ചന് ഇഷ്ടമല്ലാത്തോണ്ടാ. ഹീസ് എ ഹീറോ, സൂപ്പർ ഹീറോ. നോ, ഡെവിൾ. നമ്മളെ ഫാമിലിയിൽ ആർക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു ദിവസം നമ്മളെ വീട്ടിലൊരു കോള് വന്നു. റാൻസം കോൾ. അച്ചായ ജോണിയാണ് ആടാ പട്ടി ജോണി പറയടാ. കുറച്ച് ചെമ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പണ്ടം വെച്ച് കുറച്ച് പൈസ വാങ്ങാന്ന് കരുതി. അതിന് നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? നേരെ പീടിയിലേക്ക് ചെന്നാ പോരെ. ഇത് സ്വർണ്ണപ്പണയല്ല, ആ വേറായിട്ടാ. നിന്റെ അനിയനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. പുന്നാരനിയനെ തിരിച്ചു വേണമെങ്കിലേ 4 കിലോ ബിസ്ക്കറ്റ് അടിച്ച് 9 തിളക്കത്തില് കൊണ്ടുപോണേ. അവൻ പട്ടിക്കൂട്ടില ബെൽജിയം മെല്ലോയിസ് അവറ്റെങ്കിലും കടിച്ചു കയറുണ്ടെങ്കിലേ പണ്ടം പണമായിട്ട് വാ. എടാ വിക്ടർ, വിക്ടർ, മോനെ വിക്ടർ, എവിടെ പോയി അവൻ? വിക്ടർ, വിക്ടറിനല്ലേ തട്ടിക്കൊണ്ടുപോയി പറഞ്ഞ് ഫോൺ കോൾ വന്നേ? അനിയനാന്നാ പറഞ്ഞേ. ഏതായാലും വിക്ടർ അല്ല. പട്ടി ജോണി പണയമായി പിടിച്ച പണ്ടം അവന്റെ പണ്ടാരടങ്ങുമല്ലോ. He is the wrong person.
His name is Rocky. നിങ്ങൾക്ക് ആള് മാറിയതാ. എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. You are dealing with the wrong person. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മുറിക്കേണ്ട സമയത്ത് തന്നെ മുറിക്കണം. എന്താ വലിയ പച്ച, ആർക്കൊക്കെ ഇവിടെ വീതം വെക്കേണ്ടത്? എനിക്കല്ല, കണ്ണ് കാണാത്തവനാണെങ്കിലും വിക്ടർ ഇല്ലേ, പിന്നെ ആൻസി അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു 3 ഭാഗമായിട്ട് വീതിക്കണം. 3 അല്ല 4. ഏത് ആ തന്തയാരെന്നറിയാത്ത നായയാണോ 4-മൻ? വല്യപ്പച്ച മര്യാദയിൽ സംസാരിക്കണം. അല്ല അച്ഛനും മാർക്കോട് എന്താ എത്ര വലിയ ഇഷ്ടം? നമ്മുടെ കൂടപ്പറപ്പൊന്നും അല്ലല്ലോ, സ്വന്തം ചോരയോടില്ലാത്ത ഇഷ്ടം എങ്ങു നിന്ന് വന്നു കയറി ഒരുത്തനോട്. അതെന്നെ പഠിപ്പിച്ചത് എന്റെ നിന്റെ അപ്പൻ അടാട്ട് കാർന്നൂര് തന്നെയാണ്. അങ്ങേര് ഒരു ദിവസം അവൻ എവിടെ നിന്നും വിളിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ച് അങ്ങേരുടെ അപ്പന്റെ പേരും കൊടുത്തു, മാർക്കോ. അതായത് എന്റെ നിന്റെ അപ്പാപ്പൻ സാക്ഷാൽ മാർക്കോ. അതെനിക്കോ വിക്ടറിനോ അല്ല അപ്പച്ചൻ തന്നത്, നീ പറഞ്ഞ ദത്തുപുത്രന്. അല്ല, എന്നു മുതൽ അവൻ നിനക്ക് കൂടപ്പുറപ്പ് അല്ലാതായത്? സ്വത്ത് വീതപ്പിച്ചപ്പോഴും അപ്പച്ചൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഈ ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എങ്ങനെ വീതം വെക്കണമെന്നൊക്കെ ജോർജിന് അറിയാം കേട്ടോ. നിന്റെ അപ്പൻ അവൻ എവിടെ നിന്ന് കൊണ്ടുവന്നതായാലും ഇനി അവന്റെ ചോരയായാലും ബാസ്റ്റഡ് തന്നെയാണ്. ഒരു തറവാട്ടിലും പിഴച്ചുണ്ടാവുന്നവന് സ്വത്ത് എഴുതി കൊടുക്കാറില്ല. വല്യപ്പച്ചൻ പറയണേലും കാര്യമുണ്ട്. അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് സ്വത്ത് കിട്ടേണ്ടത്. ഇച്ചാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ കോട്ടയത്തെ തോട്ടവും കൊരട്ടിയിലെ പറമ്പൊക്കെ നോക്കണ ഈ വല്യപ്പച്ചനാണ്. അവിടുത്തെ ആദായത്തെ പറ്റി നമുക്ക് സംസാരിക്കണ്ടേ? എല്ലാം നമുക്ക് മാത്രം ഉള്ളതല്ലേ? അത് നിയമത്തിൽ പറഞ്ഞ കാര്യം. പിന്നെ സ്വത്ത് കണ്ണി കണ്ടവർക്ക് അനുഭവിക്കാനുള്ളല്ലോ. വെറുതെ അല്ല കർത്താവ് നിന്നെ കണ്ണുകുട്ടനാക്കിയത്. നിന്റെയൊക്കെ തന്തയുടെ സ്ഥാനത്താ ഞാൻ. തന്തയുടെ സ്ഥാനത്ത് എന്നല്ലാതെ തന്തയാവാൻ നോക്കണ്ട. ചിലവർക്ക് കർത്താവ് കണ്ണു കൊടുക്കില്ല, ചിലവർക്ക് ബോധം. വിക്ടർ മിണ്ടേരി. സോറി ചേട്ടത്തി, പറയേണ്ടത് പറയണം. ആർക്കോ ഞങ്ങൾക്കാരെന്ന് ഈ പുറത്തുനിന്ന് വന്ന വല്യപ്പച്ചൻ പറഞ്ഞിരണ്ട. വല്യപ്പച്ചോ കേട്ടല്ലോ, വിക്ടറിന് വരെ പ്രാപ്തിയായി. അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് ആരുടെ ഉപദേശം ആവശ്യമില്ല. എനിക്ക് കാഴ്ച കിട്ടിയ ആരെയാണ് ആദ്യം കാണേണ്ടതെന്ന് അറിയോ? ഞാൻ പറയട്ടെ? പറയണ്ട.
നീ എന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമവും. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കരുത്. സിഗരറ്റ് കളയടാ. കളയണ പറഞ്ഞത്. ആ നീ ഇവനെ കൂടെ ചീത്തയാക്കുമല്ലോ. സിഗരറ്റിന്റെ സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. പാവം. നീ മേലെ സിഗരറ്റ് വലിക്കുന്നത് കണ്ട നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും. നല്ല സഹിക്കുന്നുണ്ടല്ലേ.